ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന്, ഞാൻ പത്തനംതിട്ടക്കാരി തന്നെയാണ്. കുമ്പഴോടക്കാണ്, നമ്മുടെ പത്തനംതിട്ടയിൽ കുമ്പഴോടക്കാണ് എൻ്റെ ഫാദറിൻ്റെ വീട്, അവിടെയാണ്. പിന്നെ അമ്മയുടെ ഡെലിവറി സമയത്ത് ഇവിടെ തിരുവനന്തപുരത്തേക്ക് അന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞതുപോലെ അവിടെ സ്കൂളിൽ പഠിച്ചു. പിന്നെ കോളേജ് ഇവിടെ തിരുവനന്തപുരത്താണ് പഠിച്ചത്, ഗവൺമെൻറ് വിമൻസ് കോളേജിലാണ് പ്രീ ഡിഗ്രി മുതൽ PG വരെ പഠിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് ഫിസിക്സ് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഫിസിക്സ് എടുക്കാൻ കാരണം സ്വാഭാവികമായിട്ട് നമ്മുടെ അധ്യാപകരായിരിക്കുമല്ലോ, നമ്മുടെ ഫിസിക്സ് അധ്യാപകരും സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരും മാത്സ് അധ്യാപകരുമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഫിസിക്സിൻ്റെ മാത്സിൻ്റെ കൗതുകം കൊണ്ടാണ് ഞാൻ ഫിസിക്സ് എടുത്തത്. ഫിസിക്സ് എനിക്ക് ഇഷ്ടമാണിപ്പോഴും. അന്നങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ എന്തുകൊണ്ട് ജേർണലിസം എന്ന് ചോദിച്ചാൽ, ജേർണലിസം എപ്പോഴും മനസ്സിലൊരു വലിയ എനിക്ക് ഭയങ്കര ആദരവുള്ളൊരു പ്രൊഫഷനായിരുന്നു. അതായത് നട്ടല് നിവർത്തി നിന്ന് സംസാരിക്കുക, സത്യം പറയുക, അപ്പോൾ വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യുക, ഇതൊക്കെ ഭയങ്കര ഒരു ഹീറോയിക് ഇതോട് കൂടിയിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എപ്പോൾ ചെറിയ കാലത്ത് എല്ലാവരും ചോദിക്കില്ല ആരാവണം, അപ്പോൾ ഞാൻ പറയും ജേർണലിസ്റ്റ് ആവണം എന്ന് പറയുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അതിനിടയ്ക്ക് BSc ഫിസിക്സ് MSc ഫിസിക്സ് ഒക്കെ പഠിക്കാൻ പോയത്? ജേർണലിസം പഠിച്ചുകൂടായിരുന്നോ? അപ്പം സാഹചര്യം സമ്മതിച്ചില്ല? അല്ല, ശരിക്കും ഞാൻ നമ്മുടെ ഇവിടെ കാര്യവട്ടം ക്യാമ്പസിൽ ജേർണലിസത്തിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് പഠിക്കുന്നതിന് തന്നെ ഒരു കാരണം സിവിൽ സർവീസ് പാരലായിട്ടൊരു ഇഷ്ടമുണ്ട് മനസ്സിൽ. അപ്പോൾ സിവിൽ സർവീസ് പരീക്ഷ എഴുതണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് തിരുവനന്തപുരം ചൂസ് ചെയ്തത്. ഒരു അക്കാഡമിക് അറ്റ്മോസ്ഫിയർ ഡിഫറെൻ്റ് ആണല്ലോ തിരുവനന്തപുരത്തിൻ്റെ. അങ്ങനെ വന്ന് BSc കഴിഞ്ഞിട്ട് കാര്യവട്ടം ക്യാമ്പസിൽ ജേർണലിസം എന്നുള്ളതിലേക്ക് പോകുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അന്ന് നമ്മുടെ റിസൾട്ട് വരുന്നത് താമസിച്ചാണ്. അപ്പോഴത്തേക്ക് അവിടുത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഇത് കഴിഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് അതിന് ചേരാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ MSc ഫിസിക്സ് തന്നെ വീണ്ടും എടുത്തത്. ഗവൺമെൻറ് വിമൻസ് കോളേജിൽ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തത്. ഫിസിക്സ് എടുത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ MSc ഫിസിക്സ് ഇഷ്ടമാണ് എന്നുള്ളത്. പക്ഷെ അന്ന് വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഏതെങ്കിലും ഡിസിപ്ലിനിൽ പോസ്റ്റ് ഗ്രാജുവേഷനിൽ മതി, ജേർണലിസം ചെയ്യണമെന്നില്ല. ജേർണലിസ്റ്റ് ആകണമെങ്കിൽ ആ മൈൻഡ് മതി. അപ്പം ആ ഒരു ഇഷ്ടവും താല്പര്യവും ഉണ്ട്. പിന്നെ ഇനി ഡിസിപ്ലിനിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷനും എന്നുള്ളത് കൊണ്ട് ഫിസിക്സ് ഇഷ്ടമുള്ള സബ്ജക്റ്റ് തന്നെ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ ഫിസിക്സ് ചൂസ് ചെയ്തതും പഠിച്ചതും. പക്ഷെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം ഞാൻ കൈരളിയുടെ തുടക്കമായിരുന്നു. അപ്പം അന്ന് പോയി, അന്ന് ബഹുമാന്യായ മമ്മൂക്ക അദ്ദേഹമാണല്ലോ ചെയർമാൻ. അപ്പോൾ അന്ന് വലിയൊരു ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇത് വരുന്നു എന്നൊക്കെയുള്ള നിലയിൽ ഇൻ്റർവ്യൂവിന് പോയി അതിൻ്റെ കടമ്പകളൊക്കെ കടന്നു. അന്ന് ജേർണലിസ്റ്റ് ട്രെയിനി ആയിട്ടാണ് അവിടെ കയറുന്നത്. ആദ്യത്തെ ഇതിൽ പക്ഷേ തള്ളപ്പെട്ടു പോയിരുന്നു ഞങ്ങൾ 4 പേര്. എന്നുള്ള മനിലാസി മോഹനും ഞാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ആണ് പിന്നീട് കൈരളിയിലേക്ക് ജോയിൻ ചെയ്തു. പിന്നെ കൈരളി PGയും ലോകത്തിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു. അന്ന് പാർവതി ചേച്ചി പ്രൊഡ്യൂസറും ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസറും. PGയുടെ അദ്ദേഹം ലോകചരിത്രം പറയുമ്പോൾ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വിഷ്വൽ ഇവിടെ നിന്ന് പുതിയ ചാനലാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ വിഷ്വലൊക്കെ തപ്പി പിടിക്കുക? അദ്ദേഹം ലോകചരിത്രം പറയുന്നു. ഇന്നത്തെ പോലെ അല്ലല്ലോ, നമുക്ക് യൂട്യൂബിൽ നിന്നൊന്നും അങ്ങനെ എടുക്കാനൊന്നും. അതെ, അന്നതൊന്നും കിട്ടില്ല. അപ്പോൾ അതൊരു വലിയ അനുഭവമായിരുന്നു. അങ്ങനെ അതിനുശേഷം മനോരമ ന്യൂസിൽ പോയി, പിന്നീട് ഇന്ത്യ വിഷൻ റിപ്പോർട്ടർ, പിന്നെ എനിക്ക് തോന്നുന്നു അവസാനം TV ന്യൂസ് എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയപ്പോഴത്തേക്കും അതിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരുന്നു. അതായത് കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരുന്നു ആ സമയത്ത്, അല്ലേ? പിന്നെന്തോ ആ ചാനൽ പിന്നെ മുന്നോട്ട് പോയില്ല. അപ്പോൾ ആ ചാനലിൽ ഇരിക്കുമ്പോഴാണോ പൊളിറ്റിക്സിലേക്ക് വരുന്നത്? അല്ല, ഞാൻ റിപ്പോർട്ടറിലിരിക്കുമ്പോൾ ഞാൻ ഈ ചാനലിൽ നിന്ന് അന്ന് വീണ്ടും അവിടെ നിന്ന് ഒരു കരിയർ ചേഞ്ച് ആണ്. BSc ജേർണലിസ്റ്റിലേക്ക് പോയി, അവിടെ ഒരു 10-16 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷം പൊളിറ്റിക്സിലേക്ക് വരുന്നു. പൊളിറ്റിക്സും കരിയർ ആണല്ലോ. അതെങ്ങനെയായിരുന്നു ആ ഒരു സ്വിച്ച്? അപ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. അപ്പോൾ അതിനു മുമ്പ് വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള ആ ഒരു കുറേ മാസങ്ങൾ. അപ്പോൾ ശരിക്കും എനിക്ക് പത്തനംതിട്ടയിൽ വീട് പണി നടക്കുവാണ്. അപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട്, കുഞ്ഞുങ്ങൾ വളരെ ചെറുതാണ്, അപ്പോൾ വീടിൻ്റെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് റിപ്പോർട്ടർ TVയിൽ അന്ന് ശ്രീ MV നികേഷ് കുമാർ അദ്ദേഹം ഇങ്ങനെ റിപ്പോർട്ടറിലേക്ക് വരുന്നതിനെ കുറിച്ച് സംസാരിച്ചതും ഞാനപ്പോൾ വീട് പണി കഴിഞ്ഞിട്ട് ചെന്ന് ജോയിൻ ചെയ്യാമെന്നുള്ളതാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ചില
അന്ന് ചാനലിനും അതുപോലെ ഞാൻ അവിടെ എറണാകുളത്ത് താമസിച്ചുകൊണ്ടാണ് ഇവിടെ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ വെച്ച് പോകാം. അങ്ങനെ റിപ്പോർട്ടർ ചാനലിൽ ജോയിൻ ചെയ്തു. അപ്പം അന്നത്തെ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ ചാനലിൻ്റെ ഫ്ലോറിലുണ്ട്. അപ്പം നേരത്തെയാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പം ഈ 2 മാസം ഇലക്ഷൻ ക്യാമ്പയിൻ ഒരു ചാനലിൽ അല്ല ഈ പ്രചരണം ഇത് റിപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പണച്ചെലവുള്ള കാര്യമാണ്. നല്ല മത്സരം. അപ്പോൾ ഇത്ര 140 നിയോജക മണ്ഡലങ്ങൾ, ഇത്രയും റിപ്പോർട്ടേഴ്സ്, ക്യാമറ, വാഹനങ്ങൾ എല്ലായിടത്തും എത്തിച്ചാണ്. അപ്പം ഈ സ്ഥാനാർത്ഥികൾക്കും പാർട്ടികൾക്കും എന്നുള്ളത് പോലെ തന്നെയാണ് ചാനലുകൾക്കും നല്ല പണച്ചെലവുള്ള ഒന്നാണല്ലോ ഈ ഇലക്ഷൻ ഇത് എന്ന് പറയുന്നത്. അപ്പം ഈ 2 മാസത്തെ ഇത് നമ്മളെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ആണ് നമ്മൾ ആദ്യം. അപ്പം അവിടെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയുണ്ട്. അപ്പോൾ പത്തനംതിട്ടയിലുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനും കൂടി ചേർന്നാണല്ലോ ഇത് വാർത്ത എന്ന് വെച്ചാൽ ഡെസ്കിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഫീൽഡിൽ നിന്ന് റിപ്പോർട്ടേഴ്സ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് ആണ് വാർത്തകൾ നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണ് അവസാനം ഒരു പത്തനംതിട്ടയിൽ നിന്ന് നമ്മുടെ ഇങ്ങനെ ഈ ഒരു പേര് വന്നത്. അപ്പോൾ അത് നിങ്ങൾ ഡെസ്കിൽ ഇരുന്നാണോ കാണുന്നേ? അല്ല, സ്വന്തമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നോ? അല്ല അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അല്ല, ഫോണിൽ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. ബഹുമാനായിട്ടുള്ള അന്നത്തെ ജില്ലാ സെക്രട്ടറിയും ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയും അവരാണ് ഫോണിലൂടെ വിളിച്ച് ഈ കാര്യം ആദ്യം സംസാരിക്കുന്നത്.